ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉച്ചിക ക്ലാനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആ ക്ലാനെ പറ്റിയുള്ള എക്സ്പ്ലനേഷനാണ് ഇത്. അപ്പോൾ ഈ ഉച്ചിക ക്ലാൻ എങ്ങനെയാണ് ഉണ്ടായിരുന്നു, ഉച്ചിക ക്ലാൻ്റെ ഒറിജിൻ എന്തുവാണെന്നും ഒറിജിൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഉച്ചിക ക്ലാൻ ഒരു ഇന്ദ്ര ഒച്ചുസുക്കി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനിരുന്നാണ് ഉണ്ടായത്. അപ്പോൾ ഇന്ദ്ര ഒച്ചുസുക്കി അതിനെ ഫൗണ്ട് ചെയ്തു. ഫസ്റ്റ് ഷെറിങ്ങൻ കിട്ടുന്നത് ആർക്കാന്ന് വെച്ചാൽ ഹൊഗോറോമയ്ക്കാണ്. ഹൊഗോറോമയ്ക്കാണെങ്കിൽ കിട്ടും. അത് അവന് ഷെരിങ്ങൻ കിട്ടിയതിന് ശേഷം ഇന്ദ്രയ്ക്ക് കിട്ടും. ഇന്ദ്രയ്ക്ക് കിട്ടിയോടെ ഇന്ദ്രയാണെങ്കിൽ അത് ഉച്ചിക ഫോം ചെയ്ത് ഉച്ചിയുള്ള എല്ലാവർക്കും അത് കിട്ടണം എന്ന് പറഞ്ഞ് ഇത് ചെയ്യും. എന്നിട്ട് ഇന്ദ്ര ഒച്ചുസുക്കിക്ക് ശേഷം നമ്മുടെ ഉച്ചിക ക്ലാനെ ഭരിച്ചതും അതിന്റെ ലീഡറായിട്ട് നിന്നതും മദാറ ഉച്ചിക എന്ന മനുഷ്യനാണ്. മദാറ ഉച്ചിക അതിന്റെ ഇതായി. എന്നിട്ട് ഉച്ചിക ക്ലാൻ വലിയ ഒരു ക്ലാൻ ആകുകയും അതിന് മദാറ ഉച്ചിക ലീഡർ ആകുകയും ചെയ്തു. എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എല്ലാ ഉച്ചികകളും കൂടി അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഉച്ചികകളെയും ഇറ്റാച്ചി ഉച്ചിക എന്ന് പറഞ്ഞ മനുഷ്യൻ കൊല്ലുന്നു. ഇറ്റാച്ചി ഉച്ചിക കൊല്ലുന്നതിന് കാരണം നമ്മുടെ ലീഫ് വില്ലേജിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഉച്ചിക ക്ലാൻ മൊത്തത്തിൽ കൊല്ലുന്നു. എന്നിട്ട് അതിന് കൂടെ ഒബീറ്റോവും കൂടി ഉണ്ടായിരുന്നു. ഒബീറ്റോ മദാറ ഉച്ചികയുടെ വേഷത്തിൽ ഉച്ചികയെ കൊന്നുകളഞ്ഞു. അതിനുശേഷം ഫുഗാക്കു ഉച്ചിഹയെ കൊന്നുകളഞ്ഞു. സത്യത്തിൽ ഫുഗാക്കു ഉച്ചിഹയെ കൊല്ലാൻ അവൻ വന്നപ്പോൾ ഫുഗാക്കു തന്നെ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരെ കൊന്നോളൂ എന്ന്. അതിനുശേഷം ഹിറ്റാച്ചി കരഞ്ഞുകൊണ്ട് കൊല്ലുന്ന സീനാണ് അവിടെ കാണുന്നത്. സത്യത്തിൽ ഫുഗാക്കു പ്ലാൻ ചെയ്തിരുന്നു ഹിഡൻ ലീഫ് വില്ലേജിനെ നശിപ്പിക്കണമെന്ന്. പക്ഷെ ഹിഡൻ ലീഫ് വില്ലേജിനെ നശിപ്പിച്ച എല്ലാവരുടെ ജീവൻ പോകും. അപ്പോൾ ഇറ്റാച്ചിക്ക് നാട്ടിലുള്ള എല്ലാ ലീഫ് വില്ലേജിലുള്ള എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ അപ്പനെ അവൻ കൊന്നത്. ആൻഡ് മിനാട്ടോ എന്നും അടിച്ചാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നറൂട്ടോ പോയി മിനാട്ടോയെയും കുഷീനെ രക്ഷിക്കുന്നതും അതിനുശേഷം പാസ്റ്റിനെ നല്ലതാക്കുന്നതും പിന്നെ അതിനുശേഷം നറൂട്ടോയുടെ കല്യാണത്തിന് ഇറ്റാച്ചിയും സാസ്കയും നിൽക്കുന്ന പോലെയൊക്കെ കാണാൻ കഴിയും. ഇതേപോലെ അവൻ കുറേ കാര്യങ്ങൾ ചെയ്ത് എല്ലാത്തിനെയും ശരിയാക്കുന്നു. ഇതാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഓക്കെ ഗായ്സ്, ഇതാണ് ഉച്ചികയുടെ ഒറിജിൻസ്. ഒച്ചുസുക്കിയിൽ നിന്ന് എല്ലാ ക്ലാൻസും ഉണ്ടായി. അങ്ങനെ മദാറ ഉച്ചികയുടെ ഔറ ഗോഡിന്റെ ലെവലാകുന്നു. ഇങ്ങനെ മദാറ ഉച്ചിക മരിക്കുന്നു. എന്നിട്ട് മദാറ ഉച്ചിക വീണ്ടും വരുന്നു. മദാറ ഉച്ചികയെ കൊന്നിട്ടും അവൻ മരിക്കാതിരിക്കുന്നു. എന്നിട്ട് മദാറ ഉച്ചിക്ക് ഡെത്ത് ഇല്ല. അങ്ങനെ ഉച്ചികകൾക്ക് ഡെത്ത് ഇല്ല എന്ന് പറഞ്ഞൊരു കാര്യം ശരിയായിരുന്നു. ഉച്ചിക വാസ്
നെവർ ഡെഡ് എന്ന് പറഞ്ഞ കാര്യത്തിൽ ഉച്ചീകകൾ ശരിയായിട്ടിരുന്നു. ആ നെവർ ഡെത്ത് പോലെ തന്നെ അവർ ചത്തില്ല. ഇതുപോലത്തെ ഉൾപ്പെടുന്നുണ്ട്. ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? അവൻ എല്ലാ ക്ലാനിലും ഉൾപ്പെടുന്നുണ്ട്. ഇത്രയും ക്ലാനിൽ അവൻ ഉൾപ്പെടുന്നതുകൊണ്ടാണ് അവൻ വലിയൊരു പവർഫുൾ ആയിട്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ബൊറൂട്ടോ ഒത്സുട്സുക്കി എന്ന് പറയാം. നെക്സ്റ്റ് സാസ്കെ ആയിട്ടുള്ള മൊറൂട്ടോ ഉസൂമാക്കി എന്നും പറയാം. പിന്നെ ബൊറൂട്ടോ ഉസൂമാക്കി എന്നും പറയാം. അതായത് നറൂട്ടോയുടെ വഴി വന്ന ആയതുകൊണ്ട് നറൂട്ടോന്റെ മോനായതുകൊണ്ട് ഉസൂമാക്കി എന്നും പറയാം. എന്നിട്ട് സാസ്കയുടെ നെക്സ്റ്റ് റീബർത്ത് അവൻ എടുക്കുകയാണ്. അതിനുശേഷം സാസ്കയുടെ നെക്സ്റ്റ് സാസ്കെ എന്ന ഇത് ഈ ബൊറൂട്ടോയ്ക്ക് കിട്ടുന്നു. അതിനുശേഷം അവൻ ഉച്ചീകയാകുന്നു. അതിനുശേഷം മൊമോഷിക്കിയുടെ പവർ അവന് കിട്ടുന്നു. ആ മൊമോഷിക്കിയുടെ ഇതാകുന്നതുകൊണ്ട് അവൻ ബുറൂഷിക്കി ഒത്സുട്സുക്കി എന്നാകുന്നു. 3 ക്ലാൻസിൽ ഉൾപ്പെടുന്ന ബൊറൂട്ടോ. ഇതാണ് ഉച്ചിക ക്ലാനിലുള്ള മർമ്മങ്ങൾ. ഉച്ചിക ക്ലാൻ